സാറെന്താ സാർ ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞേ? ഇല്ല, ബുദ്ധിമുട്ടൊന്നും ആയില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതെന്ത് ചോദ്യം സാർ? ആ പേപ്പറിന് വേണ്ടിയില്ലേ 3-4 മാസമായിട്ട് സാറിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങുന്നത്. എന്തായാലും വേണം. 50,000 രൂപയോ? സാറേ, എൻ്റെ അത്രയും പൈസയൊന്നുമില്ല. ഞാൻ ലോണൊക്കെ എടുത്ത് ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പിന് തുടങ്ങിയേ. കുറച്ച് കുറഞ്ഞ എമൗണ്ട് എന്തെങ്കിലും പറയാമോ സാർ? അങ്ങനല്ല, എനിക്ക് എന്തായാലും ആ പേപ്പർ വേണം. അതില്ല എനിക്കൊന്നും നടക്കത്തില്ല. നോക്കട്ടെ, എങ്ങനെയും അറേഞ്ച് ചെയ്യും. അമ്മ, എനിക്ക് അമ്മയുടെ ആ വളയം തരുമോ? ഒന്ന് പണയം വയ്ക്കാൻ വേണ്ടിയായിരുന്നു. മാക്സിമം 2 മാസം അതിനുള്ളിൽ എടുത്തുതരാം. അപ്പോഴത്തേക്ക് എൻ്റെ ആ സ്റ്റാർട്ടപ്പൊക്കെ ഒന്ന് സെറ്റാവും. ഒരു സാങ്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. എൻ്റെ വേറെ പൈസയൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് കിട്ടുന്നത്? നമുക്ക് അറിയാവുന്നതല്ല ഞാൻ അതിനുവേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇതൊക്കെ വിട്ട് വേറെ ജോലിക്ക് വരണമെങ്കിൽ ഞാൻ പോകത്തില്ലേ? ഈ വളയം ചോദിച്ചോടൊന്നും ഇങ്ങനെ നിൽക്കുമോ? കുഴപ്പമില്ല, നമുക്ക് തരാൻ വേണമെങ്കിൽ ഞാൻ വേറെ വല്ല വഴി നോക്കുമോ? അജുവേ, ഒരു 50,000 രൂപ മറിക്കാൻ ഉണ്ടാവൂടാ. മാക്സിമം 2 മാസം. അപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റാർട്ടപ്പൊക്കെ ഒന്ന് സെറ്റാവും. അപ്പോൾ ഞാൻ തിരിച്ചു തരാം. എടാ, അവനോട് എല്ലാവരോടും ചോദിച്ചാൽ ആരുടെയും കയ്യിലില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. എടാ, മുനിസിപ്പാലിറ്റി പുള്ളി ചോദിച്ചിട്ടാണ് ഈ പൈസ കൊടുക്കാതെ പുള്ളിയെ പേപ്പർ റെഡിയാക്കി തരത്തില്ലെന്നൊക്കെ പറയുന്നത്. എടാ, ചുമ്മാ അങ്ങനെ വിട്ടുകളയാൻ പറ്റും? ഇത്ര നാളതിൻ്റെ പുറകെയാണെന്നല്ലേ. നിർത്തുവാണെങ്കിൽ തന്നെ അങ്ങനെ നല്ലൊരു പണി കൊടുത്തിട്ട് ഞാൻ നിർത്തുള്ളൂ.